ഹലോ, ഞാൻ ഡോക്ടർ അഖില, ഒരു ആയുർവേദ ഡോക്ടറാണ്. ചീഫ് ഫിസിഷ്യൻ അറ്റ് പത്മസ്പർശ ആയുർവേദ കോസ്മെറ്റിക് ക്ലിനിക്, നന്തൻകോട്, എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ്. നമ്മളിന്ന് സംസാരിക്കുന്ന ടോപ്പിക് PCOD അല്ലെങ്കിൽ PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം. ഇത് കൂടുതലും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണം ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. ഇത് നമ്മൾ മെറ്റബോളിക് ഡിസോർഡർ ആയിട്ടും പറയപ്പെടുന്നു. നമ്മൾ എങ്ങനെയാണ് PCOD ഡയഗ്നോസ് ചെയ്യുന്നത്? നമുക്ക് 3 ക്രൈറ്റീരിയ ഉണ്ട് PCOS ഡയഗ്നോസ് ചെയ്യുന്നതിന്. ആദ്യത്തത് സ്കാനിങ് ചെയ്യുമ്പോൾ നമ്മൾ അണ്ഡാശയത്തിൽ 10-ലധികം സിസ്റ്റുകൾ കാണപ്പെടുന്നത് നമുക്ക് PCOS ആയിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. എന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം ആയിട്ട് ഒരു പോളിസിസ്റ്റിക് അവസ്ഥയിലായിരിക്കും നമ്മൾ ഓവറിയെ സ്കാനിൽ കാണപ്പെടുന്നത്. രണ്ടാമതായിട്ട് ഇറഗുലർ മെനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇറഗുലർ ഓവുലേഷൻ, ക്രമം തെറ്റിയ ഒരു ആർത്തവ ചക്രമാണ് രണ്ടാമത്തെ ഡയഗ്നോസിസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ബ്ലഡ് ടെസ്റ്റ് വഴി ഇൻക്രീസ്ഡ് ആൻഡ്രോജൻ ഹോർമോൺസ് കാണപ്പെടുന്നതും PCOSന്റെ ഒരു ലക്ഷണമാണ്. ഈ മൂന്നിൽ ഏതെങ്കിലും 2 ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് PCOS ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. ഈ PCOSന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇറഗുലർ മെനിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്കാൻറ്റി പീരിയഡ്സ് അല്ലെങ്കിൽ മിസ്ഡ് പീരിയഡ്സ്, കൃത്യമായിട്ട് വരാത്ത ആർത്തവ ചക്രം. രണ്ടാമതായിട്ട് എക്സസീവ് വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വണ്ണം വയ്ക്കുക. പിന്നെ മൂന്നാമതായിട്ട് ഇറഗുലർ ഹെയർ ഗ്രോത്ത്, നമുക്ക് ഫേസിൽ, ചെസ്റ്റിൽ, പിന്നെ ബാക്ക് പോർഷനിലൊക്കെ ഇറഗുലറായിട്ട് രോമ വളർച്ചയാണ് ഇറഗുലർ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് എക്സസീവ് ഹെയർ ലോസ് പാറ്റേൺ. ഇപ്പം മെയിൽ ടൈപ്പ് ബാൾഡ്നെസ് ഒക്കെ PCODയുടെ ഒരു ലക്ഷണങ്ങളാണ്. പിന്നെ നാലാമതായിട്ട് അമിതമായ മുഖക്കുരു അല്ലെങ്കിൽ ആക്നെ പ്രശ്നങ്ങൾ വരിക. പിന്നെ ഡാർക്ക് പാച്ചസ് ഓവർ ഫോർഹെഡ് ആൻഡ് നെക്ക്. പിന്നത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ചിലവർക്ക് ഓയിലി സ്കിന്നായിരിക്കും. പിന്നെ ഈ PCOD കാരണം ഇൻഫെർട്ടിലിറ്റിയും ഒരു കാരണമാണ്. ഇതൊക്കെ PCOSന്റെ ഒരു ലക്ഷണങ്ങളാണ്. PCOS വരാനുള്ള ഘടകങ്ങൾ മീൻസ് ആർക്കൊക്കെ PCOS വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആദ്യമായിട്ട് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ എന്ന് വെച്ചാൽ ജനിതകപരമായിട്ട് ഇപ്പം നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും PCODയോ PCOSന്റെ ലക്ഷണങ്ങൾ ഇതുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ളവർക്ക് മീൻസ് അതിലുള്ളവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമതായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ശരീരത്തിൽ അമിതമായ ഇൻസുലിൻ്റെ ഉപയോഗം കറക്റ്റായിട്ട് ഇൻസുലിൻ ഉപയോഗിക്കാത്തത് കൊണ്ട് PCOS വരാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് അമിതമായ വണ്ണമുള്ളവർക്കും PCOS വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജീവിതശൈലി, ഒരു കൃത്യമല്ലാത്ത ജീവിതശൈലി ഉള്ളവർക്കും PCOSന്റെ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്ട്രെസ് കാരണവും PCOS വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ PCOS വരുന്നത് ഏതൊക്കെ തരത്തിൽ, ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ മീൻസ് ഇതുകൊണ്ട് ഭാവിയിൽ എന്തൊക്കെ അസുഖങ്ങൾ വരാം. ഇപ്പോൾ PCOS വരുന്ന ഒരു 50% മേളിലുള്ള സ്ത്രീകളിലും PCOS കാരണം ഭാവിയിൽ അവർക്ക് ഡയബറ്റീസ് മെലിറ്റസ് വരാം, മീൻസ് ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങൾ, പിന്നെ ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഹൃദ്രോഗങ്ങൾ. പിന്നെ ഇതിൽ തന്നെ 10%ഓളം സ്ത്രീകളിൽ ഇറഗുലറായിട്ടുള്ള ആർത്തവ ചക്രം കാരണം എൻഡോമെട്രിയൽ തിക്നെസ് വരാം. തന്മൂലം എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി നമുക്ക് PCOSനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം, അത് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ആദ്യമായിട്ട് കൃത്യമായ ഒരു ജീവിതശൈലിയാണ് നമ്മൾ ശീലമാക്കേണ്ടത്. അതിനാദ്യം വേണ്ടത് ഒരു റെഗുലർ എക്സസൈസ്, കൃത്യമായി വ്യായാമം ചെയ്യാം. ഒരു ദിവസം 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ കൃത്യമായിട്ട് വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കുക. അറ്റ്ലീസ്റ്റ് നമ്മൾ നടക്കാൻ പോവുക, സ്വിമ്മിങ്, പിന്നെ റെഗുലറായിട്ടുള്ള വാമപ്പ് എക്സസൈസ്, പിന്നെ യോഗാസനങ്ങൾ ലൈക്ക് സൂര്യ നമസ്കാരം, പിന്നെ ഭുജംഗാസനം, ശലഭാസനം, ഇങ്ങനത്തുള്ള ആസനങ്ങൾ നമുക്ക് ശീലമാക്കാം. പിന്നെ രണ്ടാമതായിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ അധികമായി വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ കുറവാക്കുക. പിന്നെ അധികം ഓയിലി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. പിന്നെ വറുത്ത ആഹാരങ്ങളെന്ന് പറയുമ്പം തന്നെ ചിപ്സ്, മിക്സ്ചർ, ഇങ്ങനത്തുള്ള ആഹാരങ്ങൾ കഴിവതും കുറവാക്കുക. പിന്നെ അധികമായിട്ട് നോൺ വെജ് കഴിക്കുന്നതാണെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു ദിവസമോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് നമ്മളൊന്ന് ക്രമം ആക്കിയിട്ട് ആഹാരം കഴിക്കുക.
പിന്നെ നമുക്ക് ആഹാരത്തിനകത്ത് തന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ് കൂടിയ ആയിട്ടുള്ള ആഹാരങ്ങൾ, പ്രത്യേകിച്ച് അരി ആഹാരങ്ങൾ നമ്മൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാര്യം കാർബോഹൈഡ്രേറ്റ്സ് നമ്മളിപ്പോൾ ചോറിൻ്റെ അളവൊക്കെ നമ്മളൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ ഒരു PCOS വരാനുള്ള സാധ്യത കൂടുതലുള്ള ആഹാരങ്ങളാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ഉച്ചയ്ക്ക് ഒരു നേരം ആയിട്ടെങ്കിലും ചോറിൻ്റെത് മീൻസ് അരി ആഹാരങ്ങൾ കുറയ്ക്കാൻ നോക്കുക. പിന്നെ നമുക്ക് എന്തൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് മില്ലറ്റ്സ് പോലത്തെ ആഹാരങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു പ്രോട്ടീൻ ഡയറ്റ് നല്ലതാണ് PCOSനെ സംബന്ധിച്ച്. പിന്നെ കൃത്യമായിട്ടുള്ള ഉറക്കം, ഒരു 8 hours എങ്കിലും കറക്റ്റായിട്ട് ഉറങ്ങാൻ ശീലിക്കുക. ഇതൊക്കെ നമുക്കൊരു ലൈഫ് സ്റ്റൈലായിട്ട്, നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കാര്യം PCOS എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. അപ്പം നമ്മുടെ ജീവിതശൈലി കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ ഒരുവിധം വരെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. പിന്നെ നമുക്ക് ഇന്നൊക്കെ ആയുർവേദിക് ഇൻ്റർവെൻഷൻ എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇറഗുലറായിട്ട് ഒരു പീരീഡ് വരുകയാണെങ്കിൽ അത് നമുക്ക് ആയുർവേദിക് ഇൻ്റർവെൻഷൻ അവിടെ ആവശ്യമുണ്ട്. നമുക്ക് നമുക്ക് ആയുർവേദിക് മെഡിസിൻസ്, ഇപ്പം നമുക്ക് കഷായങ്ങൾ, വരണാദി, ഗന്ധർവസ്താദി, സപ്തസാരം പോലെയുള്ള കഷായങ്ങൾ നമുക്കിതിന് കൊടുക്കാം. പിന്നെ അഭയാരിഷ്ടം, കുമാരിയാസവും, പിന്നെ ഘൃതങ്ങളായിട്ട് സുകുമാരഘൃതം, ഇതൊക്കെ നമുക്ക് ആയുർവേദിക് മെഡിക്കേഷൻ, ഇതുമല്ല ഇതിൽ കൂടുതലും മെഡിസിൻസ് നമുക്കുണ്ട്. നമുക്കിതൊക്കെ ഈ PCOS പോലത്തെ കണ്ടീഷൻസിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയതാണ്. ഇതൊക്കെ നമ്മൾ ഒരാളുടെ അഗ്നിയും ദോഷബലവും അനുസരിച്ചാണ് നമ്മൾ ഈ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് PCOSന് പറ്റിയത്? നമുക്ക് അഭ്യംഗം കൊടുക്കാം. അഭ്യംഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫുൾ ബോഡി പുഷ്ടിക്കും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേ കണക്ക് തന്നെയാണ് ഉദ്വർത്തനം പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ്. ഉദ്വർത്തനം എന്ന് പറയുന്നത് പൗഡർ മസാജ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് മെഡിക്കേറ്റഡ് പൗഡേഴ്സ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് ഫാറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേ കണക്ക് തന്നെ ഒബേസിറ്റി കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേ കണക്ക് തന്നെ സ്കിൻ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ആക്നെ പോലത്തെ കണ്ടീഷൻ, ഇപ്പം മുഖക്കുരു ഒക്കെ വരുന്നതിനും നമുക്ക് ആയുർവേദിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ്സ് നമുക്കുണ്ട്. അത് തന്നെ ഹെർബൽ ഫേസ് പാക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കെമിക്കൽ പീൽസ് പോലത്തെ ട്രീറ്റ്മെൻറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെയർ ലോസിന് വരുമ്പോഴത്തേക്ക് ഹെയർ പാക്ക്, അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഇൻറ്റേർണൽ മെഡിസിൻസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് എക്സ്റ്റേണൽ മെഡിസിൻസും ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ജീവിതശൈലിയും കൂടെ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുവിധം വരെ PCOS അകറ്റി നിർത്താൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് PCOS ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇൻഫെർട്ടിലിറ്റി ഉള്ള കണ്ടീഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം ഇന്നത്തെ കാലത്ത് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു പ്രധാന കാരണം PCOSും ആയിട്ടുണ്ട്. അപ്പം നമ്മൾ PCOS പ്രോപ്പർ ടൈമിൽ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇൻഫെർട്ടിലിറ്റി നമുക്ക് ഒരു വിധം വരെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. മെച്ചപ്പെട്ടൊരു ജീവിതശൈലിയും എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ആഹാര രീതിയും, പിന്നെ കൃത്യമായിട്ടുള്ള ഉറക്കവും, കൃത്യമായ വ്യായാമവും കൊണ്ട് നമുക്ക് ഒരുവിധം വരെ PCOS പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ PCOS വന്നാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മെഡിക്കേഷൻ മൂലവും നമുക്ക് PCOS അകറ്റാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് PCOS വരാതിരിക്കാൻ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.